ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചട്ടിപ്പത്തിരി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 450 ഗ്രാം ബോൺലെസ് ചിക്കൻ, ഒരു സ്വല്പം ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിച്ച് എടുത്തതാണ്. ഇതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് പിച്ചി എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം വേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് എന്നിവ ചേർത്ത് നമുക്കൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. നന്നായി വഴണ്ട് ഒരു മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴണ്ടി കിട്ടാനായി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. മസാലപ്പൊടികളെല്ലാം നമുക്കൊന്ന് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ പിച്ചി വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വേവിച്ചെടുത്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ചട്ടിപ്പത്തിരിയിൽ ചിക്കൻ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. ചട്ടിപ്പത്തിരിയുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നന്നായി ഒന്ന് 5 മിനിറ്റ് നേരം നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇത് നമുക്ക് തണുക്കാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള പത്തിരി റെഡിയാക്കാം. ഒരു ബൗൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പത്തിരിക്കൊരു സോഫ്റ്റ്നെസ് കിട്ടാനായിട്ടാണ് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. കൈവച്ച് കുഴച്ച് നമുക്ക് ഗോതമ്പ് മാവ് പോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 250 ഗ്രാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് മൂന്നും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നന്നായി അടിച്ചെടുക്കാം. നല്ല സോഫ്റ്റ്നെസ് കിട്ടാനാണ് അങ്ങനെ അടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മൈദപ്പൊടി ഉരുളകളാക്കി എടുക്കാം. 6 ഉരുളകളാക്കി എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിത് കൈവച്ച് പരത്തി കൊടുക്കാം. 6 പത്തിരി ഇവിടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് നമ്മുടെ ഓരോ പത്തിരിയും നമുക്ക് ചുട്ടെടുക്കാം. ഒരു ഭാഗം ആയി വന്നു കഴിഞ്ഞാൽ ഇനി മറ്റേ ഭാഗത്തേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോ പത്തിരിയും നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ മുട്ട മിക്സിലേക്ക് നമ്മുടെ ഓരോ പത്തിരിയും എല്ലാ ഭാഗത്തേക്കും ആവും വിധത്തിൽ മുക്കിയെടുക്കാം. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ എടുത്തു വെച്ച പാനിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് നെയ്യ് തടവി കൊടുക്കാം. നെയ്യ് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പത്തിരി വെച്ച് കൊടുത്ത് നമ്മുടെ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ വേണം നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പത്തിരിയും ഇതിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ മുട്ട മിക്സിയിൽ മുക്കി വേണം നമുക്ക് അടുത്ത പത്തിരിയും വെച്ച് കൊടുക്കാൻ. ഇങ്ങനെ 6 പത്തിരിയും നമ്മൾ മുട്ട മിക്സിയിൽ മുക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ എല്ലാ സൈഡിലേക്കും എത്തുന്ന വിധത്തിൽ ഇതിൻ്റെ ഫില്ലിങ്ങും നിറച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ 5 പത്തിരിയും ഫില്ലിങ്ങും വെച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റത്തെ പത്തിരി വെച്ച് കൊടുക്കാം.
ലാസ്റ്റ് പത്തിരി വെച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റത്തെ പത്തിരി വെച്ചതിന് ശേഷം നമുക്ക് ഇതിന് ബാക്കി വന്ന മിക്സിങ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചുറ്റിലും ചുറ്റിച്ച ശേഷം ബാക്കി ബാലൻസ് നമുക്കിതിൻ്റെ മുകളിലൂടെയും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം. തീ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു പാൻ എടുത്ത് നമുക്ക് ചൂടാക്കാം. ആദ്യം കട്ടിയുള്ള ഒരു പാൻ എടുത്ത് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇത് മീതേക്ക് വെച്ച് കൊടുത്ത് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിക്കാം. എൻ്റെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്നും വിടുവിച്ചതിന് ശേഷം നമുക്കിത് വേറൊരു പാൻ എടുത്ത് ഇതിലേക്കൊന്ന് മറിച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റും രുചിയുമുള്ള എൻ്റെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. വളരെ സോഫ്റ്റും രുചിയേറിയുമായ ഈ ചട്ടിപ്പത്തിരി പൊന്നാനിക്കാരുടെ ഹൃദയം കവർന്ന ഒരു ചട്ടിപ്പത്തിരിയാണ്. ഓക്കേ, ബൈ ബൈ.